Hello Kriti Cuties, welcome to our channel. അപ്പം നമ്മുടെ ഓണം സീരീസിലത്തെ രണ്ടാമത്തെ പായസമായ സേമിയ പായസമാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വെക്കാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ബർണർ ഓൺ ചെയ്യണം. അതിനുശേഷം നമ്മളിത് കുക്കർ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 2 കവർ പാലാണ്. ഞാനിപ്പോൾ കുക്കറിലോട്ട് 2 കവർ പാല് ചേർത്ത് കൊടുക്കുകയായി. അങ്ങനെ പാല് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ പാലിലോട്ട് ചേർക്കണം. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു മീഡിയം മധുരമുള്ള, നിങ്ങൾക്ക് നല്ല കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പ് വരയ്ക്കും മധുരം എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പാലിലോട്ട് ചേർത്തു. ശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ പഞ്ചസാര മിക്സ് ആയി കഴിഞ്ഞ ശേഷം ആ പാലവിടെ തിളയ്ക്കാനായിട്ട് ഇരിക്കട്ടെ. കുക്കർ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പാല് തിളച്ച് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് സേമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയൊക്കെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ അത് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. തീ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ സേമിയ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുത്ത് നോക്കൂ. ഇനി അതിലോട്ട് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഈ സേമിയ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈവിടാതെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പോൾ സേമിയ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റായി. കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലോട്ട് നമ്മുടെ സേമിയ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റിൽ സേമിയ ഇറക്കാം. നമ്മുടെ സേമിയ ഇപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് മറ്റൊരു പാത്രത്തിലോട്ട് സേമിയനെ മാറ്റി വയ്ക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ സേമിയ കരിഞ്ഞു പോവും. ഇത് നോക്കിക്കേ, ഇപ്പം നമ്മുടെ സേമിയയുടെ കളർ നോക്കിയേ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലൊക്കെ ഈ സമയമായപ്പോഴേക്കും ഏകദേശം തിളച്ച് വരാതായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് തിളച്ച് പൊന്തിപ്പോവും. അത് ഒഴിവാക്കാൻ കേട്ടോ. നമ്മുടെ പാല് തിളച്ചു. ഇനിയിപ്പോൾ നമ്മൾ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിലോട്ട് നമ്മുടെ കുക്കർ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരേക്ക് ലോ ഫ്ലെയിമിൽ പാല് വേവാനായിട്ട് വെക്കുക. അപ്പോൾ ഈ സമയത്ത് പാൽ അതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് കുറുകി നല്ല പിങ്ക് കളറാവും. 3/4 മണിക്കൂറൊക്കെ വെക്കുക ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സമയമില്ലെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെക്കണം. വെയിറ്റ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ ഇട്ട് കുക്കറിന് കഴിഞ്ഞാൽ അവിടെ പാല് വേവാനായിട്ട് വെക്കാം. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാല് എന്തായാലും തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിക്കോ, നല്ല പിങ്ക് കളറിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ പാല്. ഈ സൈഡിലൊന്നും കാണുന്നത് പാല് പിരിഞ്ഞതല്ല കേട്ടോ. അത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. നമ്മുടെ പാല് തിളച്ച് പൊന്തി വരുമ്പോൾ വറ്റി പിരിക്കുന്ന അതിൻ്റെ പാട് നെയ്യിക്കുക. നമ്മൾ വരണ്ടി കൂട്ടി പാലിലോട്ട് നിന്നിട്ട് നല്ലപോലെ ചേർത്ത് ഇളക്കിയാൽ മതി. അത് നല്ലപോലെ മിക്സ് ആയിക്കോളും. ഇനിയിപ്പോൾ സ്റ്റൗവ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ പാലിലോട്ട് ചേർത്ത് കൈവിടാതെ നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ശരിക്കും മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സേമിയ കട്ട പിടിക്കാൻ, അത് ഒഴിവാക്കാനായിട്ട് തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാലും സേമിയയും തമ്മിലൊക്കെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞു. ഞാൻ സേമിയ അവിടെ ഇരുന്നിട്ട് നല്ലപോലെ വേവട്ടെ. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ സേമിയ കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ സേമിയ വേവാനായിട്ട് എന്തെങ്കിലും താമസം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു വെച്ചാൽ ഒരു 10 മിനിറ്റോളം കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് വയ്ക്കുക. ഒരിക്കലും നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ടൈറ്റായിട്ട് വെക്കരുത്, ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാനേ പാടുള്ളൂ. അതായത് 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ സേമിയ വെന്തോളും. പാല് തിളച്ച് പോവാതെ നോക്കിക്കോളൂ.
എന്താ ചെയ്യണേ? എന്ത് ചെയ്യണേ? റെഡിയാക്കാണോ? പായസം എന്താ? അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആൻഡ് തിക്കായിട്ടുള്ള പിങ്ക് സേമിയ, നല്ല പിങ്ക് കളർ, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. എന്താ രാധക്കുട്ടി എത്തിയിട്ടുണ്ട്. അതോ ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്, ഊതിത്തരാം. ഊതിത്തരാം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് എങ്ങനെ? മധുരണ്ട് അല്ലേ? ഇതെന്താ സാധനം? എന്ത് പായസം? സേമിയ പായസം. അപ്പൊ എല്ലാവരോടും ഇത് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞേ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയോളൂ എന്ന് പറഞ്ഞേ. എല്ലാവരും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ബെല്ലൈക്കൺ ഞെക്കാൻ പറഞ്ഞേ. വീഡിയോ കണ്ടോളൂന്ന് പറഞ്ഞേ. ഷെയർ ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ അതുകൂടി ടേസ്റ്റ് നോക്കി. ഞാനൊന്ന് ടേസ്റ്റ് നോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ക്രീമിയാണ്, ടെക്സ്ചറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോളാം. ഓണത്തിന് പായസം ട്രൈ ചെയ്യുമ്പോൾ ഇത് മറക്കാണ്ട് ട്രൈ ചെയ്തോളാം. അപ്പം നമ്മുടെ 10 പായസത്തിൽ 2ാമത്തെ പായസമാണ് ഇത്. അങ്ങനെ ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡിയായി. രാധക്കുട്ടിക്ക് ടേസ്റ്റ് നോക്കി. നല്ല സൂപ്പറാന്ന് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് നോക്കി. നല്ല സൂപ്പറായിട്ട് നല്ല ക്രീമി നല്ല ക്രീമി ടെക്സ്ചർ, നല്ല മധുരമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം എന്താ ഇനി പറയണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ 2ാമത്തെ പായസമാണിത്. പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബായ്. അപ്പം എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബായ്.